നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ യുവതിയെ സുഹൃത്ത് കുത്തിക്കൊലപ്പെടുത്തിയ കേസാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. മൂവാറ്റുപുഴ നിരപ്പ് സ്വദേശിനി സിംന ഷക്കീറിനെ ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് മകളുടെ മുന്നിൽ വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. സംഭവത്തിന് പിന്നാലെ പുന്നമറ്റ സ്വദേശി ഷാഹുൽ അലി കൈമുറിച്ച ശേഷം പോലീസിന് മുന്നിൽ കീഴടങ്ങി. ഗുരുതര പരിക്കുള്ള ഷാഹുൽ ആശുപത്രിയിൽ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. അതേസമയം ഷിംനയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, ഇന്നലെ സംഭവം ഏറെ ഞെട്ടലുളവാക്കിയതാണ്. നമുക്കറിയാം, ഈ സമീപ ദിവസങ്ങൾ, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അടൂരിൽ സമാനമായൊരു സംഭവം ഉണ്ടായത്. ഒരു വാഹനാപകടത്തിൽ ഒരു അധ്യാപികയും സുഹൃത്തും മരിച്ച സംഭവം. അവിടെ ഇരുവരും തമ്മിലുള്ള ഈ സുഹൃത്ത് ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് രണ്ടുപേരുടെയും മരണത്തിനിടയാക്കിയതെന്ന് പറയുന്നു. അതിന് തൊട്ടു പിന്നാലെ മൂവാറ്റുപുഴയിൽ ഇന്നലെ ആ നാടിനെ തന്നെ നടുക്കിയൊരു കൊലപാതക കേസിന്റെ വാർത്തകളാണ് ഇന്നലെ പുറത്തു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചില അവ്യക്തതകളുണ്ട്. എന്തുകൊണ്ടാണ് ഈ യുവതിയെ സുഹൃത്തിങ്ങനെ കൊലപ്പെടുത്തിയത് സംബന്ധിച്ച പല കാര്യങ്ങളിലും ചില അവ്യക്തതയുണ്ട്. അതായത് പോലീസ് തന്നെ പറയുന്നു, വീട്ടുകാർ പറയുന്നു, ഈ ഷാഹുല് പലതവണ ഈ ഷിംനെ ശല്യപ്പെടുത്തിയിരുന്നു എന്ന് പറയുന്നു. പിന്നീട് ശല്യം കാരണം അവർ വീട് മാറി താമസിച്ചു എന്ന് പറയുന്നു. എന്നാൽ ഇക്കാര്യത്തിലൊരു എന്താണ് യഥാർത്ഥത്തിൽ ഇവരുടെ ഈ സുഹൃത്ത് ബന്ധത്തിലെ പ്രശ്നങ്ങളാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്താൻ പോലീസിന് കഴിയുന്നുണ്ടോ നവമി? ഷാഹുൽ ഇപ്പോഴും ആശുപത്രിയിലാണ്. കൈഞ്ഞരമ്പിലേറ്റ മുറിവ് ആഴത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു സർജറി ആവശ്യമുണ്ട്. സർജറിക്ക് ശേഷം മാത്രമേ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കും കടക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും പോലീസിന്റെ നിരീക്ഷണത്തിൽ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. ഡോക്ടർമാരുമായി സംസാരിച്ചപ്പോൾ ഷാഹുലിന്റെ കയ്യിലേറ്റ മുറിവ് ആഴത്തിലായതിനാൽ ഒരു സർജറി ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും സർജറി കഴിയുന്നതുവരെ പോലീസ് കാത്തിരിക്കുകയാണ്. എന്തായാലും പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിലും ഒപ്പം തന്നെ ബന്ധുക്കളിൽ നിന്നും ഉള്ള ചോദ്യം ചെയ്യലിലും ഒക്കെ മനസ്സിലായത് ഇവർ തമ്മിൽ കുറച്ച് നാളുകളായി സൗഹൃദത്തിലായിരുന്നു. ഇവർ അടുത്തടുത്ത വീട്ടിലായിരുന്നു, അയൽക്കാരായിരുന്നു. ആ സമയത്ത് തുടങ്ങിയ സൗഹൃദമാണ്. പിന്നീട് ഈ സൗഹൃദത്തിൽ ഷിംനയ്ക്ക് താല്പര്യമില്ലാതിരിക്കുകയും പിന്നീട് അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യത്തിലൊക്കെ മാറി. ആ സമയത്താണ് പ്രതിക്ക് ഈ യുവതിയോട് വൈരാഗ്യം തോന്നുകയും പിന്നീട് പലതവണ ഇത്തരത്തിൽ ശല്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. ആദ്യം ഇവർ താമസിക്കുന്ന ഇടത്തു നിന്നും മറ്റൊരു വാടക വീട്ടിലേക്ക് താമസം മാറിയത് തന്നെ ഈ പ്രതിയുടെ ശല്യം കാരണമാണ്. അതിനുശേഷമാണ് ഒരു തവണ ഈ യുവതി ജോലി ചെയ്യുന്ന കടയിലെത്തി ഈ യുവാവ് ശല്യം ചെയ്തു. അവിടെ എത്തി ഭീഷണിപ്പെടുത്തി. കട ഉടമസ്ഥനില്ലാത്തതിനാൽ സമീപവാസികൾ ഇത് കാണുകയും പിന്നീട് ഇവർ മൂവാറ്റുപുഴ പോലീസിന്, ബന്ധുക്കളൊക്കെ പറഞ്ഞതുകൊണ്ട് പിന്നീട് മൂവാറ്റുപുഴ പോലീസിന് യുവതി പരാതി നൽകുകയും ചെയ്തു. അന്ന് പലതവണ പ്രതിയെ പോലീസ് ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴും ഈ പ്രതി ഫോൺ എടുത്തിരുന്നില്ല. പിന്നീട് പോലീസ് വിളിച്ചു വരുത്തി ഒരു വാണിംഗ് കൊടുത്ത് വിട്ടിരുന്നു. ഇനി ഇത്തരത്തിലൊരു പ്രവൃത്തി ഉണ്ടാകരുത്, ശല്യം ചെയ്യരുതെന്നുള്ളൊരു മുന്നറിയിപ്പ് പ്രതിക്ക് നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിക്ക് ഇത്രയും വലിയൊരു ദാരുണമായ സംഭവം ഉണ്ടായത്. പിതാവ് ആശുപത്രിയിലാണ്. പിതാവിന് ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ ശേഷം പിതാവിന് ആഹാരവുമായും ഒപ്പം കൂട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഷിംന വന്നത്. ഒപ്പം ഷിംനയുടെ മകളും ഗർഭിണിയാണ്. മകളെ ആശുപത്രിയിൽ കാണിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഇരുവരും ആശുപത്രിയിൽ എത്തിയത്. സ്ത്രീകളും കുട്ടികളുമുള്ള പുതിയ വാർഡ് ബ്ലോക്കിൽ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഷിംനയുടെ ഒപ്പം മകളും ഉണ്ടായിരുന്നു. ആ സമയത്ത് പ്രതി അവിടേക്ക് പെട്ടെന്നാണ് ഇവരുടെ മുന്നിലേക്ക് ചാടി വീണത്. എന്നിട്ട് ഷിംനയോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഷിംന നിരസിച്ചപ്പോഴാണ് ഇവർ തമ്മിലൊരു വാക്കുതർക്കം ഉണ്ടാവുകയും കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ആദ്യം ഷിംനയുടെ കഴുത്തിൽ കുത്തുകയും ചെയ്തു. ആ സമയത്ത് തന്നെ പെട്ടെന്ന് ആർക്കും ഒന്നും മനസ്സിലായില്ല. ഈ അവിടെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഇന്നലെ ഈസ്റ്റർ കൂടി ആയതിനാൽ ആശുപത്രിയിൽ വലിയ രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ആളുകൾ പെട്ടെന്ന് ഇത് കണ്ട് പരിഭ്രാന്തരായി. എന്ത് ചെയ്യണമെന്നറിയാത്തൊരു അവസ്ഥയിലായിരുന്നു ആളുകളും. ആ സമയത്ത് വളരെ പെട്ടെന്നായിരുന്നു പ്രതിയുടെ ആക്രമണവും. ഒപ്പം തന്നെ ഷിംനയുടെ കഴുത്തിലും നെഞ്ചിലും മുതുകിലുമായി വെട്ടേറ്റു. ഏകദേശം 6ഓളം കുത്തുകളാണ് ഈ പ്രതി ഷിംനയുടെ മൃതദേഹത്തിൽ ഏൽപ്പിച്ചത്. മരിച്ചു എന്ന് ഉറപ്പുവരുത്താൻ ആവർത്തിച്ച് കുത്തുകയും ചെയ്തു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. പിന്നീടാണ് ഈ ഒരു തർക്കം, അതായത് ഷിംനയും ഈ പ്രതിയുമായിട്ടുള്ള കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യം തന്നെ ഈ പ്രതിക്കുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്നും
മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഇത്രയൊരു വിരോധം ഈ ഷിംനയോട് ഇത്തരമൊരു ഈ കൊലപ്പെടുത്താനുള്ളൊരു വിരോധം ഉണ്ടാകാനുള്ള കാരണം എന്തായിരിക്കും? ഇരുവരും തമ്മിൽ വലിയ സൗഹൃദമായിരുന്നു ഒക്കെ പറയുന്നുണ്ട്. ഇതിൽ നിന്നും ഈ ഷിംന പിന്മാറിയതായിരിക്കുമോ ഈ പ്രതിയെ പ്രകോപിപ്പിച്ചത്? അതെ, കയ്യിൽ കത്തി കരുതി ആശുപത്രിയിൽ വന്നത് തീർച്ചയായും കൊലപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണെന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷെ പോലീസിൽ നിന്നാണ് ഇതിലെ കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ തേടേണ്ടത്. ഇതിനു മുൻപ് ഒരു തവണ കടയിലെത്തി, ഷിംന ജോലി ചെയ്യുന്ന കടയിലെത്തിയും പ്രതി ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് ഇന്നലത്തെ സംഭവം. പ്രതിയും ഈ യുവതിയുമായി കുറച്ചധികം നാളുകളായി നല്ല സൗഹൃദത്തിലായിരുന്നു. അതിനുശേഷം ഈ യുവതിക്ക് മറ്റ് സൗഹൃദങ്ങളിലേക്കൊക്കെ എത്തിയപ്പോഴാണ് ഈ പ്രതിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതിന്റെ പേരിലാണ് ഷിംനയെ ഭീഷണിപ്പെടുത്തിയിരുന്നത്. അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടും ഷിംന പോലീസിന് വരെ പരാതി കൊടുത്തു. എങ്കിൽ പോലും ഈ പ്രതി പിന്മാറാൻ തയ്യാറായില്ല. വീണ്ടും വന്ന് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ തുടർന്നാണ് ഇന്നലെ ഈ കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയത്. ഈ കടയിൽ വന്ന്, അതായത് ഷിംന ജോലി ചെയ്യുന്ന കടയിലെത്തി ഭീഷണിപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ബന്ധുക്കളൊക്കെ ഈ സംഭവം അറിയുകയും ചെയ്തു. അപ്പോഴാണ് ബന്ധുക്കൾ പറഞ്ഞത് പോലീസിന് പരാതി നൽകാൻ. അതോടൊപ്പം ഈ ഭീഷണി നിരന്തരമായ സാഹചര്യത്തിലാണ് ഷിംനയ്ക്ക് സ്വന്തം വീട് വിട്ട് വാടക വീട്ടിലേക്ക്, അതായത് ഈ പ്രതി അറിയാത്തൊരു സ്ഥലത്തേക്ക് താമസം മാറേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ അപ്പോഴും പ്രതി ഈ ഷിംനയെ പിന്തുടരുകയായിരുന്നു. പിന്തുടർന്ന് തന്നെയാണ് ഇന്നലെ വന്ന് കുത്തി കൊലപ്പെടുത്തിയത്. ഇവർ തമ്മിൽ ഈ ഒരു അകൽച്ചയ്ക്ക് ശേഷം പിന്നീട് ഇവർ ഫോൺ വിളിക്കലോ അല്ലെങ്കിൽ ഷിംന യാതൊരു വിധത്തിലും പ്രതിയുമായി ബന്ധപ്പെട്ടിരുന്നില്ല. പക്ഷേ പ്രതി ഷിംനയെ എവിടെയൊക്കെ പോകുന്നു അവിടെയെല്ലാം എത്തുകയും ശല്യം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും അതിന് പിന്നാലെയാണ് ഇന്നലെ ആശുപത്രിയിലെത്തി ഷിംനയെ ഇത്തരത്തിൽ കൊത്തി കൊലപ്പെടുത്തിയത്. ആറ് കുത്താണ് ഷിംനയുടെ ശരീരത്തിലുള്ളത്. പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനുള്ളിൽ പൂർത്തിയാകും. അതിനുശേഷമായിരിക്കും മൃതദേഹം വിട്ടുകൊടുക്കുക. ഡോക്ടർ പറയുന്നത് കഴുത്തിലേറ്റ ആദ്യത്തെ മുറിവ്, അതായത് വളരെ ആഴത്തിലുള്ള മുറിവാണ് കഴുത്തിലേറ്റത്. അത് തന്നെയാണ് മരണകാരണം. പിന്നീട് മരിച്ചു എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 6 തവണ ഇത്തരത്തിൽ ആവർത്തിച്ച് ആ മൃതദേഹത്തിൽ കുത്തിയത്. മകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മകളും ഗർഭിണിയാണ്. ഉടൻ തന്നെ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നാണ് മകളെ ആ സ്ഥലത്ത് നിന്ന് മാറ്റിയത്. പിന്നീട് ബൈക്കിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെയാണ് പ്രതിയെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. എന്നാലും വളരെ ദാരുണമായ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അടിക്കടി നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അടൂരിലെ ഇത്തരമൊരു സൗഹൃദം പിന്നീട് ഒരു മരണത്തിലേക്കൊക്കെ കലാശിച്ചത് നമ്മൾ കണ്ടതാണ്. അടിക്കടി ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും അല്ലെങ്കിൽ സൗഹൃദം നിരസിച്ചതിന്റെ പേരിലുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അത് തന്നെയാണ് ഏറ്റവും അവസാനം മൂവാറ്റുപുഴ ആശുപത്രിക്കുള്ളിലും സംഭവിച്ചിരിക്കുന്നത്. ഇത്തരം ഈ സൗഹൃദങ്ങളൊക്കെ, ഈ വഴിവിട്ട സൗഹൃദങ്ങളൊക്കെ ജീവനെടുക്കുന്ന സംഭവങ്ങളിലേക്കും വഴിമാറുന്ന അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ പലയിടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സ്വാഭാവികമായി ഇത് പരിശോധിക്കേണ്ട വിഷയമാണ്. എന്തുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മുടെ യുവാക്കൾ ഇങ്ങനൊരു അക്രമത്തിലേക്ക് വഴിമാറുന്നത്, സൗഹൃദങ്ങൾ കൊലപാതകത്തിൽ കലാശിക്കുന്നത്? തീർച്ചയായും പരിശോധിക്കേണ്ട വിഷയമാണ്. അതിനു മുൻപ് നവമിയും ഈ ഷാഹുല്, ഈ സംഭവത്തിന് ശേഷം പ്രതിയായിട്ടുള്ള ഷാഹുല് കൈഞ്ഞരമ്പ് മുറിക്കുന്നു. അതായത് ഷിംനയെ കൊലപ്പെടുത്തിയ ശേഷം ജീവനെടുക്കുക എന്ന ലക്ഷ്യം തന്നെ ആയിരുന്നു ഇയാളുടെ മനസ്സിൽ എന്ന് തന്നെ നമ്മൾ അനുമാനിക്കണം. അതോടൊപ്പം ഇയാളുടെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? ഈ ഗുരുതരാവസ്ഥയിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആ നിലയിൽ ഭേദപ്പെട്ടിട്ടുണ്ടോ? പോലീസ് ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമോ? ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തണമെന്നാണ് പോലീസിന്റെയും തീരുമാനം. പക്ഷേ കയ്യിലേറ്റ മുറിവ് ആഴത്തിലുള്ളതാണ്, ഞരമ്പിലേറ്റ മുറിവ് ആഴത്തിലുള്ളതാണ്. രക്തസ്രാവം ഉള്ളതിനാൽ തന്നെ ആശുപത്രിയിലാണ് ഇപ്പോഴും. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഒരു സർജറി ആവശ്യമുണ്ടെന്നാണ് ഡോക്ടേഴ്സ് വ്യക്തമാക്കിയത്. പക്ഷെ ഇനി അത് ഏത് തരത്തിലുള്ള സർജറിയാണ്, അത് എപ്പോഴായിരിക്കും നടക്കുക എന്നതിലൊന്നും ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഈ സർജറി പൂർത്തിയായാൽ മാത്രമേ പോലീസിന് പ്രതിയെ കസ്റ്റഡിയിലെടുക്കാനോ അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുവാനോ സാധിക്കുകയുള്ളൂ. ഈ പ്രതിയിൽ നിന്ന് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം ബന്ധുക്കളെ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ ഈ ഷിംനയുടെ ഭർത്താവിനെയും മകളെയൊക്കെ അവരിൽ നിന്ന് മാത്രമാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുള്ളൂ. ഈ പ്രതിയുടെ ആരോഗ്യനിലയിൽ ഈ കയ്യിലേറ്റ മുറിവ് മാത്രമാണ് പ്രതിക്ക് പ്രധാനപ്പെട്ട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ
അഡ്മിറ്റാണ്. പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്, പോലീസിന്റെ കാവലിൽ തന്നെയാണ് ആശുപത്രിയിൽ ഉള്ളതും. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവം തന്നെയാണ്. ഈ കൊലപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പ്രതി അവിടെ എത്തിയതെന്ന് വ്യക്തമാണ്. അത് തന്നെയാണ് കയ്യിൽ കരുതിയിരുന്ന കത്തിയും. ആദ്യം മുറിവേൽപ്പിച്ചു, മരിച്ചു എന്ന് ഉറപ്പുവരുത്താൻ 6 തവണ കുത്തിയെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ഷിംനയെ കൊലപ്പെടുത്തണം, ഷിംനയുടെ മരണം തന്നെയാണ് പ്രതി ഉദ്ദേശിച്ചതും. പലതവണ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പോലീസ് വരെ ഈ ഒരു വാണിംഗ് കൊടുത്തിട്ട് പോലും, മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും ഈ പ്രതിയുടെ മനസ്സിൽ അത്രയേറെ വൈരാഗ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ 6 തവണ കുത്തി എന്നൊക്കെ പോലീസ് പറയുമ്പോഴും ഷിംനയോട് അത്രയും വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പ്രതി ഇന്നലെ അവിടെ എത്തിയതും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തതും. ടോം, നവമി, അതോടൊപ്പം നവമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടൂരിലെ ആ കൊലപാതകത്തിലേക്ക്, അപകടത്തെ തുടർന്നുള്ള മരണത്തിലേക്ക് നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാലും സമാനമായ കേസ് തന്നെയാണ്. അടൂരിലെ അധ്യാപിക അനുജ എന്ന അധ്യാപികയും സുഹൃത്തും ഇരുവരും തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളലാണ് പിന്നീട് ആ രണ്ടുപേരുടെയും മരണത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമായ വിവരം. സമാനമായ, അതായത് ആ സംഭവം നടന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് മൂവാറ്റുപുഴയിൽ ഷിംന എന്ന യുവതിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. 2 സംഭവങ്ങൾക്കും സമാനമായ സ്വഭാവമാണ്. രണ്ടുപേരും വിവാഹിതരായിട്ടുള്ളവർ പിന്നീട് ഇത്തരം വഴിവിട്ട ബന്ധത്തിലേക്ക് നീങ്ങുന്നു. എന്തുകൊണ്ടായിരിക്കാം കേരളത്തിൽ ഇത്തരം സംഭവങ്ങളൊക്കെ വർദ്ധിക്കുന്നത്? കാരണം ഇന്ന് ഒരാളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ആ പ്രണയമൊക്കെ, അല്ലെങ്കിൽ സ്നേഹബന്ധമൊക്കെ നിരസിക്കാനും ഒരു വ്യക്തിയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട്. ഇവിടെ പക്ഷേ യുവാക്കളുടെ ഭാഗത്തു നിന്ന് ഈ രീതിയിൽ ഒരു ആക്രമണ സ്വഭാവം വർദ്ധിക്കുന്നു. കൊലപാതകത്തിൽ കലാശിക്കുന്ന കാഴ്ചകൾ പലപ്പോഴും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മനഃശാസ്ത്രജ്ഞന്മാരുമായി സംസാരിച്ചപ്പോൾ ഈ വിഷയത്തെ കഴിഞ്ഞ ദിവസം സ്പോട്ട് ലൈവ് വിശദമായി പരിശോധിച്ചതാണ്. ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറുന്നു എന്ന് തന്നെയല്ലേ ഇത്തരം സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്? തീർച്ചയായും. നമുക്ക് പ്രണയിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ എങ്ങനെയാണ് നമുക്ക് കൊലപ്പെടുത്താൻ അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം അവരെ ഇത്തരത്തിലുള്ളൊരു ഉപദ്രവം ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി അത്രയൊരു മാനസിക വൈകല്യം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് സ്നേഹമെന്നോ പ്രണയമെന്നോ ഒക്കെ വിളിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. കാരണം നമുക്ക് ചുറ്റും ഇത് തന്നെയാണ് എപ്പോഴും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു സ്ത്രീ ഒരു പ്രണയം നിരസിച്ചാൽ പിന്നെ അവളെ കൊല്ലുക എന്നുള്ളൊരു ഉദ്ദേശം, അല്ലെങ്കിൽ ഒരു സൗഹൃദം വേണ്ട എന്ന് വെച്ച് മറ്റൊരു സൗഹൃദത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു പ്രണയബന്ധത്തിലേക്കോ ഒക്കെ തിരിഞ്ഞാൽ എങ്ങനെയാണ് അവരെ കൊല്ലാൻ നോക്കുക. അത് കൊല്ലുക എന്നുള്ളത് ഇപ്പോഴൊരു ട്രെൻഡ്. ഈ പറയുന്നത് പോലെ പെൺകുട്ടികൾ തേപ്പ് എന്നുള്ളൊരു വാക്ക് കോമൺ ആയിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അതൊക്കെ ഈ സമൂഹത്തിൽ വളരെ ഏറെ സ്വാധീനിക്കുന്ന ഒരു കാര്യങ്ങളായിട്ടൊക്കെ വരുന്നു. നമ്മൾ ഈ സിനിമകളിലൊക്കെ ഇത്തരം പെൺകുട്ടികൾ തേപ്പുകാരിയാണ്, അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു റിലേഷനിലോ അല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിലേക്കോ പോകാൻ പാടില്ല, മറ്റൊരു സൗഹൃദം ഉണ്ടായാൽ അത് പാടില്ല, അത് പൊസസീവ്നെസ് എന്നൊക്കെ വിളിക്കുമ്പോൾ കൂടിയും അതെങ്ങനെയാണ് ഒരു പുരുഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തിയൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ മനഃശാസ്ത്രജ്ഞരടക്കം പറയുന്നതും ഇപ്രകാരം തന്നെയാണ്. എങ്ങനെയാണ് നമുക്ക് ഒരാളെ കൊല്ലാൻ സാധിക്കുന്നത്? അതൊരു മാനസിക വൈകല്യം തന്നെയാണ്. അത്തരത്തിലുള്ളൊരു മാനസിക വൈകല്യത്തിന് ചികിത്സയാണ് വേണ്ടത്. അല്ലാതെ അതോടൊപ്പം നമ്മുടെ നിയമം ശക്തമാകുന്നില്ല എന്നുള്ളതും ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട് ടോം. കാരണം ആശുപത്രി പോലുള്ളൊരിടത്ത് പട്ടാപ്പകൽ 3 മണിക്ക് ഒരു യുവാവ് കത്തിയുമായി വന്ന് ഒരു യുവതിയെ കൊലപ്പെടുത്തിയിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ എത്രമാത്രമാണ് സെക്യൂരിറ്റി ഉള്ളതെന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. നമുക്ക് ആശുപത്രിയിലെ ആക്രമണമൊക്കെ നമ്മൾ കാണുന്നതാണ്. ഈ ഡോക്ടർമാർക്ക് നേരെയുള്ള ആക്രമണം, നഴ്സുമാർക്ക് നേരെയുള്ള ആക്രമണമൊക്കെ ആ സമയത്തുമൊക്കെ പറയുന്നത് അവിടെ നിയമം ശക്തമാക്കും അല്ലെങ്കിൽ പോലീസിന്റെ സുരക്ഷ ശക്തമാക്കുമെന്ന് പറയുമ്പോൾ കൂടിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നിയമം ശക്തമാകുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കേണ്ടത്. എന്തായാലും ഈ അടൂരിലെ സംഭവം ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആദ്യം ഒരു ആക്സിഡന്റ് ആണെന്ന് വിചാരിക്കുന്നു, പിന്നീടാണ് മനഃപൂർവ്വം അങ്ങനെ കൊലപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. ഇവിടെയും ഈ തുടക്കത്തിൽ തന്നെ, അതായത് യുവതിയെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ ഊഹിക്കുകയാണ്. അതായത് ഈ ഒരു സൗഹൃദം നിഷേധിച്ചത് കൊണ്ടായിരിക്കും ഒരു സ്ത്രീക്ക് ഇത്തരത്തിലൊരു ആക്രമണം നേരിടേണ്ടി വരുന്നത്.
നമ്മൾ വായിക്കുന്നതാണ്. ഈ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ആസിഡ് ആക്രമണം, അല്ലെങ്കിൽ വീട് കയറി ആക്രമിക്കുന്നു, തോക്കുപയോഗിച്ച് വെടിവെക്കുന്നു, ഇതൊക്കെ നമ്മൾ നിരന്തരം വാർത്തകളിൽ വായിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഇതിലൊരു നിയമം ശക്തമാക്കാതെ ഇതിലൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു മറ്റൊരു സൗഹൃദത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഇതിനെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിയമമാണ് ശക്തമാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇത് വഴിവിട്ട ബന്ധങ്ങൾ അല്ലെങ്കിൽ വഴിവിട്ട സൗഹൃദങ്ങളൊക്കെയാണ് പലപ്പോഴും ഇത്തരം ദുരന്തങ്ങളിൽ കലാശിക്കുന്നത്. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഇഷ്ടമാണ്. പക്ഷേ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതല്ലെങ്കിൽ ആ സൗഹൃദങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ സ്വാഭാവികമായും ആ വ്യക്തിയുടെ സുഹൃത്തിൻ്റെ മാനസികാവസ്ഥയും ആ വ്യക്തിയുടെ മനോവൈകല്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സ്വാഭാവികമായും ആർക്കും കഴിയും. അത് തിരിച്ചറിയുമ്പോൾ അത് ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളാകാം, അതല്ലെങ്കിൽ അവർ തുടർച്ചയായി മറ്റു പല വൈകൃതങ്ങളും പ്രകടിപ്പിക്കുന്നവരാ, സ്വഭാവ വൈകൃതങ്ങളുള്ളവരാകാം. ഉണ്ട് ഈ സുഹൃത്തിന് ഇത്തരം ഒരു വൈകൃതങ്ങൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ, ഒരു ക്രിമിനൽ വാസന ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ ആ ബന്ധങ്ങളിൽ നിന്നും സ്വാഭാവികമായും ഒഴിഞ്ഞു മാറുകയാണ് വേണ്ടത്. അതല്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങളായിരിക്കും സംഭവിക്കാൻ പോവുക എന്ന കാര്യം സ്വയം തിരിച്ചറിയുക. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. ഇടുക്കി അഞ്ചുരുളി ജലാശയത്തിൽ 24-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവമാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. നെടുങ്കണ്ടം കോമ്പയാർ സ്വദേശിനി ഏഞ്ചൽ എന്ന് വിളിക്കുന്ന അഞ്ജലിയാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് പാമ്പാടുംപാറയിലുള്ള മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നും പോയ അഞ്ജലിയെ പിന്നീട് കാണാതായിരുന്നു. കോമ്പയാറിലെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ഇവിടെ നിന്നും ഇറങ്ങിയത്. വീട്ടിൽ സമയത്ത് എത്താതെ വന്നതോടെ വീട്ടുകാർ പോലീസിനെ സമീപിക്കുകയായിരുന്നു. പിന്നീടാണ് ഇന്ന് രാവിലെയോടെ മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യയാണോ ഈ സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് പരിശോധിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, 24-കാരി ആയ ഏഞ്ചലിനെ കാണാതായത് ഇന്നലെ വൈകിട്ടാണ്. മുത്തശ്ശിയുടെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിറങ്ങുന്നു. പിന്നീട് ബന്ധുക്കൾ പോലീസിൽ പരാതിപ്പെടുന്നു. തിരച്ചിലിന് ശേഷം മൃതദേഹം ജലാശയത്തിൽ കണ്ടെത്തുന്നു. സംഭവം ആത്മഹത്യയാണെന്ന നിഗമനം പോലീസിനുണ്ട്. ആത്മഹത്യയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതാണ്. അതോടൊപ്പം സംഭവത്തിൽ ഈ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹത സംശയിക്കണോ ആജ്ഞ? ടോം, ആത്മഹത്യയാണ് എന്നൊരു നിഗമനത്തിൽ പോലീസ് എത്തിയിരിക്കുന്നു എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. പോലീസ് കൃത്യമായിട്ടൊന്നും വിട്ടു പറയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അഞ്ചുരുളി ജലാശയത്തിലെ ടണലിനടുത്താണ് അഞ്ജലി എന്ന ഏഞ്ചലിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ വെളുപ്പിനോടെയാണ് കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരം മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നും, നെടുങ്കണ്ടത്തുള്ള മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നും, പാമ്പാടുംപാറയിലെ മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നും ഈ കോമ്പയാറുള്ള വീട്ടിലേക്ക് തിരിച്ചു പോന്നു. 2 ദിവസമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. തിരിച്ചു പോന്നു എന്നാണ്. തിരിച്ച് വീട്ടിലെത്താനുള്ള സമയം കഴിഞ്ഞിട്ടും കാണാതിരുന്നതിനെ തുടർന്നാണ് വീട്ടുകാർ പോലീസിനെ സമീപിക്കുകയും ഇതേ തുടർന്നാണ് അഞ്ജലിയെ കാണാതായി എന്ന് മനസ്സിലാക്കി പോലീസ് അന്വേഷണം തുടരുകയും ചെയ്തത്. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തെ തുടർന്ന് അതിന്റെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോഴാണ് ഈ ഫോൺ അഞ്ചുരുളി ജലാശയത്തിന് സമീപത്തായി ഉണ്ട് എന്ന് മനസ്സിലാക്കിയതും പോലീസ് അവിടെ തിരച്ചിൽ ആരംഭിച്ചതും അവിടെ നിന്ന് ഈ പെൺകുട്ടിയുടെ ഏഞ്ചലിന്റെ ബാഗും മൊബൈൽ ഫോണും കണ്ടെത്തി. തുടർന്നാണ് ജലാശയത്തിൽ ഒരുപക്ഷെ മൃതദേഹം ഉണ്ടാകും എന്ന് വിചാരിച്ച് അതിൽ തെരച്ചിൽ നടത്തിയത്. തുടർന്ന് അഞ്ജലിയുടെ മൃതദേഹം രാത്രി ഒരു 2 മണിയോടെ കണ്ടെത്തുകയായിരുന്നു എന്നാണ് പോലീസ് ഭാഷ്യം. പക്ഷെ ഇതിലുള്ള ഒരു കാര്യം പോലീസ് പറയുന്നത് ആത്മഹത്യയാണ് എന്ന്, പോലീസ് ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ അഞ്ജലി ആത്മഹത്യ ചെയ്തതാണ് എന്ന് തോന്നുന്ന തരത്തിൽ പോലീസ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. അഞ്ജലിയോടൊപ്പം അവിടെ പിടിവേടി നടന്ന സാഹചര്യങ്ങളൊന്നും കാണുന്നില്ല. അഞ്ജലിയോടൊപ്പം വൈകുന്നേരം 6 മണിക്ക് ശേഷം മറ്റാരും ഉണ്ടായിരുന്നതായി മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ സമയത്ത് ജലാശയത്തിന്റെ തീരത്ത് എത്തേണ്ട മറ്റൊരു സാഹചര്യവുമില്ല. ആത്മഹത്യ ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇത്തരം കാര്യങ്ങൾ നയിക്കുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല അഞ്ജലി പഠനം കഴിഞ്ഞ് ജോലി ലഭിക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിന്റെ മനോവിഷമത്തിലായിരുന്നു എന്ന് വീട്ടുകാർ സൂചിപ്പിച്ചതായി പോലീസ് പറയുന്നുണ്ട്. അക്കാര്യത്തിലും വ്യക്തതയില്ല. അതുപോലെ മറ്റൊരു കാര്യം, പെൺകുട്ടിയുടെ വിവാഹാലോചനകൾ നടക്കുന്നുണ്ടായിരുന്നു. ഇനി മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പോ അങ്ങനത്തെ സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അക്കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസ് ഇതിലിപ്പോൾ ഒരു ദുരൂഹതയുണ്ട്. ഈ പെൺകുട്ടി എങ്ങനെയാണ്
സാഹചര്യം. അഞ്ജലിയുടെ ബാഗും മറ്റും ഈ സമീപത്ത് നിന്നും കണ്ടെത്തിയിരുന്നു. അതിലെന്തെങ്കിലും ആത്മഹത്യക്കുറിപ്പോ മറ്റോ ഉണ്ടോ? കാരണം കൊലപാതകത്തിൽ ഈ സംഭവത്തിൽ എന്തെങ്കിലും ദുരൂഹത ഇല്ല എന്ന് പോലീസിന് ബോധ്യമാകണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ആത്മഹത്യക്ക് കാരണമായ കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അങ്ങനെ എന്തെങ്കിലും ആത്മഹത്യക്കുറിപ്പോ മറ്റോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഫോണിലെ എന്തെങ്കിലും സംഭാഷണങ്ങൾ എന്തെങ്കിലും പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? അഞ്ജലിയുടെ ഫോൺ പരിശോധിച്ചിട്ട് വരുന്നേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ആത്മഹത്യക്കുറിപ്പ് പോലെയുള്ള മറ്റ് മരണത്തിലേക്ക് നയിക്കുന്ന ഒരു സൂചകങ്ങളും ഇതുവരെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല. കണ്ടെത്താനായിട്ടെന്ന് മാത്രമല്ല, പോലീസ് അഭ്യൂഹത്തിന്റെ മുകളിൽ നിന്നിട്ടാണ് നമ്മളോടായാലും സംസാരിക്കുന്നത്. ഊഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ പോലീസിനുള്ളത്. ഇങ്ങനെ ആയിരിക്കാം സംഭവിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അഞ്ജലിയുടെ അല്ലെങ്കിൽ ഏഞ്ചൽ എന്ന അഞ്ജലിയുടെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണ് എന്ന് വ്യക്തമല്ല. പോലീസ് ഇത് ആത്മഹത്യയാണ് എന്ന് പറയാനുണ്ടാക്കിയ ചൂണ്ടിക്കാണിക്കുന്ന ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. അത് ആ സമയത്ത് അഞ്ജലിയോടൊപ്പം ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അല്ലെങ്കിൽ അഞ്ചുരുളി ജലാശയത്തിന്റെ സമീപത്ത് എത്തേണ്ടുന്ന മറ്റൊരു സാഹചര്യവും ഇല്ല. പ്രത്യേകിച്ചും 6 മണി കഴിയുന്നു. ഇരുട്ട് സമയത്ത് തനിച്ചവിടെ എത്തേണ്ടുന്ന മറ്റൊരു സാഹചര്യവും ഇല്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. മറ്റേതെങ്കിലും സാഹചര്യത്തിൽ മരിച്ചതാണോ, അതല്ലെങ്കിൽ നമുക്ക് മുന്നിൽ നമുക്ക് നിരത്താവുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. ആത്മഹത്യ അല്ലാതെ മോഷണശ്രമത്തിനിടയിലാകാം, അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് ഇനിയും പരിശോധിക്കേണ്ടതുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ ഒരു ആത്മഹത്യയാണെങ്കിൽ ആത്മഹത്യയാണെന്ന് തെളിയിക്കുന്ന വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ പോലീസിന് അതിൽ അടിയുറച്ച് നിൽക്കാൻ പറ്റുകയുള്ളൂ. എന്തായാലും നിലവിൽ അത്തരം തെളിവുകളൊന്നും അത് പ്രൂവ് ചെയ്യുന്ന ഇത് ഉറപ്പിച്ച് പറയുന്ന ആത്മഹത്യയാണെന്ന് ഉറപ്പിച്ച് പറയുന്ന അത്തരം ഒരു തെളിവുകളും പ്രൊഡ്യൂസ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ടോം, പക്ഷേ ഏതെങ്കിലും വീട്ടുകാരുമായിട്ട് ഈ അഞ്ജലിക്ക് മാതാപിതാക്കള് അതല്ലെങ്കിൽ മുത്തശ്ശിയുമായി മറ്റെന്തെങ്കിലും വഴക്കുകൾ ഇട്ടിരുന്നോ? എന്താണ് ഈ രാത്രി സമയത്ത് ഈ വൈകിട്ടോടുകൂടി ഇങ്ങനെ മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് തനിച്ച് ഈ അഞ്ജലി പോകാനുള്ള സാഹചര്യം ഉണ്ടായതുണ്ട് എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതല്ലേ? അതല്ലെങ്കിൽ മറ്റാരുടെയും ഒരാളെ പോലും സഹായത്തിനായി അതല്ലെങ്കിൽ കൂടെ വിട്ടില്ല എന്ന കാര്യമടക്കം നമ്മൾ പരിശോധിക്കണം. കാരണം ഇത്ര ഒരു മാനസികമായ പ്രയാസമുണ്ടായിരുന്ന അഞ്ജലിയെ പോലെയുള്ള യുവതിയെ തനിച്ച് വിട്ട കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് വീട്ടുകാർ എന്തെങ്കിലും കാര്യങ്ങൾ പോലീസിനോട് പങ്കുവയ്ക്കുന്നുണ്ടോ? അപ്പം ഇത്തരം കാര്യത്തിലൊന്നും പോലീസ് വ്യക്തത തരുന്നില്ല എന്ന് വേണം. ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ കാര്യത്തിലുള്ള ക്ലാരിറ്റി വരുത്താത്ത ഒരു ചെറിയ ദുരൂഹത ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ 24 വയസ്സുണ്ട് അഞ്ജലിക്ക്. അഞ്ജലി ജോലി കിട്ടാതിരുന്നത് സാഹചര്യത്തിൽ അവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പോലീസിനോട് വീട്ടുകാർ സൂചിപ്പിച്ചതായി അവർ പറയുന്നുമുണ്ട്. ഒരുപക്ഷെ നേരത്തെ മുത്തശ്ശിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാവാം. 2 ദിവസമായി മുത്തശ്ശിയുടെ വീട്ടിലായിരുന്നു, നെടുങ്കണ്ടത്ത് ഉള്ള മുത്തശ്ശിയുടെ വീട്ടിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവരുടെ വീട്ടുകാരാണ് ഈ അഞ്ജലിയെ വൈകുന്നേരം, അതായത് കോമ്പാറയിലുള്ള വീട്ടിലേക്ക് 10 കിലോമീറ്റർ മാത്രമാണ്, 10 മുതൽ 15 കിലോമീറ്റർ വരെ ഉള്ള ദൂരമാണ് ഇവിടെ നിന്നും പാമ്പാടുംപാറയിലേക്കുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അഞ്ജലിയുടെ വീട്ടിൽ നിന്നും പാമ്പാടുംപാറയിലേക്കുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്താനുള്ള സമയം കഴിഞ്ഞിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷമാണ് പോലീസിനെ അറിയിക്കുന്നതും. അഞ്ജലി എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് പോലീസിൽ അവർ അതിനുശേഷം, അതായത് എത്തിച്ചേരുന്ന ഒരു സമയത്തിന് ശേഷമാണ് പോലീസിൽ അവർ പരാതി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് വീട്ടുകാരുടെ ഒരു സൂചകങ്ങൾ വീട്ടുകാർ എന്താണ് പോലീസിനെ ധരിപ്പിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാവാം ഒരു പക്ഷേ പോലീസ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ. മുന്നിൽ അഞ്ജലിയോടൊപ്പം മറ്റാരും ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിൽ അഞ്ചുരുളി ജലാശയത്തിന് സമീപത്ത് എന്തിനാണ് അഞ്ജലി ഒറ്റയ്ക്കെത്തിയത്? ഈ ഒരു ചോദ്യം മാത്രമേ പോലീസിന്റെ മുന്നിലുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു സാഹചര്യം മാത്രം മുൻനിർത്തിയാണ് എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. പോലീസ് ഇത് ആത്മഹത്യയാണ് എന്ന് പറയുന്നത്, പോലീസിന്റെ ഭാഷ്യം ഇത് ആത്മഹത്യയാണ് എന്നാണ്. ഈ ഒരു സാഹചര്യം മാത്രമേ അവരുടെ കയ്യിൽ അത് സ്ഥിരീകരിക്കുന്ന തെളിവായി ഉള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളതും. മറ്റൊരു പ്രതികരണവും പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ടോം സൂചിപ്പിച്ചതുപോലെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തുകയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ വീട്ടുകാരുമായി വഴക്കുണ്ടാക്കി ഇറങ്ങിയതാണോ, അത്തരം സാഹചര്യങ്ങളൊന്നും പോലീസ് വ്യക്തമാക്കുന്നില്ല എന്നുള്ള ഒരു കാര്യവും ശ്രദ്ധേയമാണ്. ടോം,
തീർച്ചയായും ആജ്ഞ രവീന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. ആത്മഹത്യാക്കുറിപ്പ് ലഭ്യമായിട്ടുണ്ടോ, വീട്ടുകാരുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ, അതോ അഞ്ജലിയെ സംബന്ധിച്ച് ആത്മഹത്യ ചെയ്യണമെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ ഈ കേസിലെ, ഈ സംഭവത്തിലെ ദുരൂഹത അഴിയുകയുള്ളൂ. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം, ഇടവേള കഴിഞ്ഞു. സ്പോട്ട് ലൈവ് തുടരുന്നു. പത്തനംതിട്ടയിൽ കാട്ടാനാക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം. കണമല ഫോറസ്റ്റ് സ്റ്റേഷനിൽ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. പോലീസും നാട്ടുകാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ശശിനാരായണൻ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശശി, ഈ ഗൃഹനാഥൻ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. പ്രധാനമായും നഷ്ടപരിഹാരം, ഈ കൊല്ലപ്പെട്ട ഗൃഹനാഥന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യമുയരുന്നു. ഈ വിഷയത്തിൽ ഇപ്പോഴും പ്രതിഷേധം നടക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ടോ, അതോ ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണോ? ടോം, കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബിജുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം 10 ലക്ഷം രൂപ കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 50 ലക്ഷം രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ അവിടുത്തെ പ്രദേശവാസികളും ഒപ്പം ജനപ്രതിനിധികളും ഇപ്പോൾ DFOയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. നിലവിൽ 10 ലക്ഷം രൂപ കൊടുക്കാനുള്ള രീതിയിലാണ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ നാട്ടുകാരുടെ ആവശ്യം 50 ലക്ഷം രൂപ വേണമെന്നാണ് ഉള്ളത്. കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണം, മകന് ജോലി വേണം എന്നുള്ള കാര്യം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ശുപാർശ ചെയ്യുമെന്നുള്ള തീരുമാനത്തോടു കൂടിയാണ് ഇപ്പോൾ യോഗം അവസാനിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാട്ടാന വന്യമൃഗങ്ങൾ ഈ കൃഷിയിടങ്ങളിലും ഈ ജനവാസ മേഖലയിലും വരാതിരിക്കാൻ വേണ്ടി ഫെൻസിങ്ങും കിടങ്ങുകളും തീർക്കുന്നതിനുള്ള സംവിധാനവും വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുമെന്നുള്ള ഉറപ്പിന്മേലാണ് ഇപ്പോൾ ഈ നിലവിലുള്ള ഈ ചർച്ച ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധവും അവസാനിച്ചിരിക്കുന്നു. ഒരു കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അംഗം മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ അവസ്ഥ നമുക്കെല്ലാം അറിയാവുന്നതാണ്. കാരണം ഈ മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി വന്യമൃഗങ്ങളെ കൊണ്ടാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടത്ര മതിയായ സംരക്ഷണം, അല്ലെങ്കിൽ ആ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത്ര സുരക്ഷിതത്വം, ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ, ഇതെല്ലാം സർക്കാർ സംവിധാനത്തിൽ ലഭിക്കേണ്ടത് ആവശ്യമാണ്. അത്തരം കാര്യങ്ങളാണ് ഈ തുലാപ്പള്ളിയിലെ പ്രദേശവാസികൾ ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളായിരുന്നു എന്നുള്ളത്. വലിയൊരു പ്രതിഷേധവും ഉണ്ടായിരുന്നു. ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ജനകീയ മാർച്ചും പ്രതിഷേധവും ഒക്കെ പ്രദേശവാസികളുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. അതിനൊരു പരിഹാരം എന്നതിലേക്കാണ് ഇപ്പോൾ ചർച്ച വെച്ച ആ ചർച്ചയിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. നിലവിൽ സർക്കാരിന്റെ തീരുമാനപ്രകാരം നിലവിലുള്ള ഒരു 10 ലക്ഷം രൂപ എന്ന അത് നൽകാനുള്ള തീരുമാനം ഇന്ന് തന്നെ എടുത്തിരുന്നു. കളക്ടർ ആദ്യം തന്നെ അത് സൂചിച്ചിരുന്നു. എന്നാൽ അത് പോരാ, 50 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ ആ കാര്യം കൂടി ഇപ്പോൾ സർക്കാരിനോട് ശുപാർശ ചെയ്യാമെന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധ മാർച്ചും. തീർച്ചയായും ശശിനാരായണൻ, എന്തായാലും താൽക്കാലികമായി പ്രതിഷേധത്തിന് അയവ് വന്നിട്ടുണ്ട്. പക്ഷേ നാട്ടുകാരുടെ ആവശ്യം അവരുടെ സ്വൈര്യ ജീവിതമാണ്. പത്തനംതിട്ട ജില്ലയിലാണ്, അതായത് മധ്യ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയാണ് ഇതിലേറ്റവും പ്രധാനമായും ഈ വന്യജീവി ആക്രമണം രൂക്ഷമായി നേരിടുന്ന ഒരു പ്രദേശം. അതിലെ മലയോര മേഖലകളിൽ ഇതിനു മുൻപ് പലപ്പോഴായി വന്യമൃഗങ്ങൾ, കടുവയും മറ്റുമൊക്കെ മനുഷ്യജീവന് തന്നെ ഭീഷണിയായ സാഹചര്യമൊക്കെ സമീപകാലത്താണ് ഉണ്ടായത്. ഈ ഒരു കാട്ടാനാക്രമണം സ്ഥിരമായിട്ടുള്ള ഒരു പ്രദേശമാണോ ഇത്? അതോടൊപ്പം അറിയേണ്ടത്, ഈ ആക്രമിച്ച ഈ ഗൃഹനാഥനെ, ബിജുവിനെ കൊലപ്പെടുത്തിയ കാട്ടാനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? പിടികൂടാനുള്ള നടപടികൾ എങ്ങനെയാണ് ശശിനാരായണൻ പുരോഗമിക്കുന്നത്? ടോം, മലയോര ശബരിമലയോട് ചേർന്ന പ്രദേശമാണ് ഈ തുലാപ്പള്ളി എന്ന് പറയുന്ന പ്രദേശം. വനമേഖലയാണ്. ഇവർ താമസിക്കുന്ന വനാതിർത്തിയോട് ചേർന്ന പ്രദേശം തന്നെയാണ് ബിജു കുടുംബം താമസിക്കുന്നത്. അവിടെ ഏകദേശം നിരവധി കുടുംബങ്ങൾ ഇത്തരത്തിൽ ആ മേഖലയോട് ചേർന്ന് താമസിക്കുന്നുണ്ട്. 60 വർഷം മുമ്പ് കുടിയേറിയ കർഷകരാണ് ഇവിടെ താമസിക്കുന്നത്, ഈ കണമല തുലാപ്പള്ളി മേഖലകളിലുള്ളത്. അവർ നിരന്തരം കഴിഞ്ഞ 60 വർഷമായും ഈ വന്യമൃഗ ശല്യത്താൽ പൊറുതിമുട്ടി ജീവിക്കുന്നവരാണ്. നിരവധി ആളുകൾ ഈ കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഈ തുലാപ്പള്ളിക്ക് തൊട്ടു സമീപമായ കണമലയിൽ 2 പേർ മരിക്കുകയും ചെയ്തു. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, മുമ്പൊന്നുമില്ലാത്ത ഒരു വന്യമൃഗ ശല്യം ഈ പ്രദേശത്തുണ്ടാകുന്നു. അതിന് പരിഹാരം എന്ന നിലയ്ക്ക് ജനങ്ങൾ പല പ്രാവശ്യവും ആവശ്യപ്പെട്ടുള്ളത് ഈ വനാതിർത്തിയോട് ചേർന്ന പ്രദേശമായിട്ട് ഫെൻസിംഗ് സ്ഥാപിക്കുക, അതുപോലെ തന്നെ കിടങ്ങുകൾ
വന്യമൃഗങ്ങൾ ഈ ജനവാസ മേഖലയിൽ കടക്കാതിരിക്കാനുള്ള കിടങ്ങൾ സ്ഥാപിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഇതൊന്നും നടപ്പിലാക്കാൻ വനം വകുപ്പ് തയ്യാറായില്ല. അതിന്റെ എല്ലാം കാരണം അവർ പറയുന്നത് ചില നിയമത്തിന്റെയും അതുപോലെ തന്നെ കേന്ദ്ര നിയമത്തിന്റെയൊക്കെ നൂലാമാലകളാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊന്നും നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് ഇവർ ജനങ്ങളോട് പറയുന്നത്. അതിന്റെ ഭാഗമായി പലപ്പോഴും ഇവർ ഈ വന്യമൃഗ ശല്യത്തിന്റെ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഈ ജനങ്ങളാണ്. അത്തരത്തിൽ ഇപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ബിജുവിന്റെ ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നത്. ബിജുവിന്റെ വസ്തുവിൽ ഇന്നലെ രാത്രിയിൽ എത്തിയ കാട്ടാന കൃഷിയിടത്തിലെ തെങ്ങ് നശിപ്പിക്കുമ്പോൾ അത് തടയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ബിജുവിന് ജീവൻ നഷ്ടപ്പെട്ടത്. ബിജുവിന്റെ ഭാര്യ ഡെയ്സിയും ഇന്നലെ അപകടത്തിൽ കൊല്ലപ്പെടേണ്ടതായിരുന്നു. തലനാരിഴയ്ക്കാണ് ഡെയ്സി രക്ഷപ്പെട്ടത്. ബിജുവിനെ കാട്ടാന ചുഴറ്റി എറിഞ്ഞ് ഈ തെങ്ങ് ഈ കൃഷി നശിപ്പിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച ബിജുവിനെ കാട്ടാന ചുഴറ്റി എറിയുകയാണ് ഉണ്ടായത്. സ്പോട്ടിൽ തന്നെ ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ബിജു മരണമടയുണ്ടായത്. അത്തരത്തിൽ ദാരുണമായ ഒരു മരണമാണ് ബിജുവിനുണ്ടായത്. ആ കുടുംബത്തിനുണ്ടായ നഷ്ടം, ആ കുടുംബത്തിന്റെ ഉണ്ടായ നഷ്ടത്തില് പ്രദേശവാസികൾ ഒന്നടങ്കമാണ് ഇന്നലെ രാത്രി മുതൽ പ്രതിഷേധിച്ച് ഇന്നും സമാനമായ രീതിയിൽ രാവിലെ 9 മണിക്ക് കണമല ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ജനകീയ മാർച്ച് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയും ചെയ്തു. UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി MP നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത്. ഈ ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തുകയും നാട്ടുകാർ വലിയ ഒരു പ്രതിഷേധം ഉണ്ടാവുകയും ഫോറസ്റ്റുകാരും അതുപോലെ തന്നെ നാട്ടുകാരും പോലീസും തമ്മിൽ ഉന്തും തെള്ളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അവസാനം ഈ തങ്ങൾ പറയുന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചെങ്കിൽ മാത്രമേ ഈ പ്രതിഷേധ സമരം അവസാനിപ്പിക്കൂ എന്നുള്ള നിലപാടിലായിരുന്നു നാട്ടുകാർ. പ്രധാനമായും ഈ ബിജുവിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം. ഈ ജനവാസ മേഖലയിൽ കാട്ടുമൃഗങ്ങൾ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തടയാനുള്ള ഫെൻസിംഗ് സംവിധാനം സ്ഥാപിക്കുക, ഒപ്പം കിടങ്ങൾ സ്ഥാപിക്കുക എന്നുള്ള കാര്യം കൂടി ഈ പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. അതിന് പരിഹാരം കാണാതെ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നൊരു കാര്യമാണ് ഈ നാട്ടുകാർ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് DFOയുടെ നേതൃത്വത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചത്. കളക്ടറും DFOയും ആന്റോ ആന്റണി MP അടക്കമുള്ള ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് ഈ ചർച്ച നടന്നത്. ആ ചർച്ചയിൽ നിലവിലത്തെ സാഹചര്യത്തിൽ നൽകാവുന്ന ധനസഹായം എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. അത് നൽകാനുള്ള ശുപാർശ ഗവൺമെന്റിനോട് ചെയ്യുന്ന കാര്യം കളക്ടർ രാവിലെ തന്നെ ഉറപ്പ് നൽകിയിരുന്നു. ഒപ്പം ഈ കൊല്ലപ്പെട്ട ബിജുവിന്റെ മകന് ജോലി നൽകുന്ന കാര്യം കൂടി പരിഗണിച്ചിട്ടുണ്ട്. അതും പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ 50 ലക്ഷം രൂപ വേണമെന്ന കാര്യം പറഞ്ഞപ്പോൾ സർക്കാരിനോട് ശുപാർശ ചെയ്യാമെന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. വന്യമൃഗങ്ങൾ ഈ ഇറങ്ങുന്ന ജനവാസ മേഖലയ്ക്ക് ഇറങ്ങുന്ന തടയുന്നതിനുള്ള ഒരു പ്രതിരോധ നടപടികൾ കൂടി സ്വീകരിക്കാമെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഉറപ്പിന്മേലാണ് ഈ പ്രതിഷേധ മാർച്ച് ജനങ്ങൾ ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ഇതൊരു ശാശ്വത പരിഹാരം എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഒരു ആശ്വാസമാണ് എന്ന് നമുക്ക് തൽക്കാലം പറയാൻ കഴിയും. ടോം, പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ആവശ്യമല്ലേ ശശിനാരായണൻ? കാരണം ഇതിപ്പോൾ തുടർച്ചയായിട്ടാണ് പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖല, കോട്ടയം ജില്ലയിലെ മലയോര മേഖലകളിലൊക്കെ നിരവധി കർഷകരും സാധാരണക്കാരും വന്യജീവി ആക്രമണത്തിൽ കൊല ചെയ്യപ്പെടുന്ന സംഭവം. ഇവിടെ ഫെൻസിംഗ് വേലി വേണമെന്ന ആവശ്യം മുൻപേ വർഷങ്ങളായിട്ട് ഉയർന്നതാണ്. മറ്റ് നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞ് അങ്ങനെ കൈയൊഴിയാൻ സർക്കാരിന് പറ്റുമോ, വനംവകുപ്പിന് പറ്റുമോ? ഈ വിഷയത്തിൽ ഇന്നത്തെ ചർച്ചയിൽ ഏത് രീതിയിലുള്ള നടപടി ഉണ്ടാകുമെന്നാണ് നാട്ടുകാർക്ക്, പ്രതിഷേധക്കാർക്ക് ഉറപ്പ് ലഭിച്ചിരിക്കുന്നത്? ടോം, ഈ വനംവകുപ്പിന്റെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചുള്ള നിയമത്തിന്റെ ചില കാര്യങ്ങൾ പറഞ്ഞാണ് നാട്ടുകാരെ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഈ വനംവകുപ്പ് അകറ്റി നിർത്തുന്നത്. പക്ഷേ അതൊന്നും ഒരു പരിഹാരമല്ല എന്നുള്ള കാര്യമാണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. കാരണം തങ്ങൾക്ക് വർഷങ്ങളായി ജീവിക്കുന്ന പ്രദേശത്ത് സ്വൈര്യമായി ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ ഒരു അവകാശമാണ്. അത് സംരക്ഷിക്കാൻ ഉള്ള ധാർമ്മികമായ എല്ലാ ഉറപ്പുകളും സർക്കാരിനായാലും അല്ലെങ്കിൽ മറ്റ് സംവിധാനത്തിലായാലും വേണം എന്നുള്ള കാര്യമാണ് ഈ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് ഈ ബിജുവിന്റെ ജീവൻ നഷ്ടപ്പെട്ട മാതിരി ഇനി തുടർച്ചയായിട്ട് അവിടെ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത. കാരണം കാട്ടാനകൾ തുടർച്ചയായി ഇറങ്ങുന്ന പ്രദേശമാണ്. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പ്രദേശത്ത് ഈ സമാനമായ ഇന്ന് ബിജുവിനെ കൊലപ്പെടുത്തിയ കാട്ടാന കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പ്രദേശത്തുണ്ട്. അതുപോലെ തന്നെ പുലിയും ഈ പ്രദേശങ്ങളിലൊക്കെ 14ഓളം നായ്ക്കളെ വീടുകളിൽ നിന്ന് പുലി പിടിച്ചോണ്ട് പോയിട്ടും പരാതി വനംവകുപ്പിനോട് പറഞ്ഞിട്ടും അതിനും നടപടിയില്ല. അത്രയും കൂട് സ്ഥാപിക്കുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ വനംവകുപ്പ് ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ഈ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടും അതിനൊന്നും ഒരു പരിഹാരം കാണാത്ത രീതിയിൽ വനംവകുപ്പ് മാറുമ്പോഴാണ് ഇത്തരത്തിൽ ജനങ്ങൾ ഇന്ന് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എന്തായാലും ഇവർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ വനംവകുപ്പ് പൂർണ്ണമായി
അംഗീകരിച്ചുവെങ്കിലും അത് എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കുമെന്ന കാര്യത്തിലാണ് നമുക്ക് സംശയമുള്ളത്. കാരണം ആ 10 ലക്ഷം രൂപയാണ് ഇപ്പോൾ നിലവിൽ ഈ ബിജുവിന് നൽകിയിട്ടുള്ളത്. 50 ലക്ഷം രൂപ വേണമെന്നാണ് ജനപ്രതിനിധികളും ഈ നാട്ടുകാരും ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. പക്ഷെ അത് ശുപാർശ ചെയ്യാം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എത്രത്തോളം അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്നാൽ ഫെൻസിങ്ങും കിടങ്ങുകളും അടിയന്തരമായി ഈ പ്രദേശത്ത് നടപ്പിലാക്കുമെന്ന കാര്യം കൂടി ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. കാരണം അത്തരം കാര്യങ്ങളൊക്കെ പല സ്ഥലത്തും പറഞ്ഞിട്ടും ഇതൊന്നും നടപ്പിലാവാത്ത ഒരു വസ്തു കൂടി നമ്മുടെ മുന്നിലുണ്ട്. എന്തായാലും ഈ ജനങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ അതോ ഇനി നടപ്പിലാക്കാൻ വേണ്ടി പറഞ്ഞാണോ എന്ന കാര്യം അറിയില്ല. എന്തായാലും ചർച്ചയിൽ അവസാനമാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിഷേധം ഇപ്പോൾ ജനങ്ങൾ ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ മലയോര മേഖലയിലെ ആളുകൾ, കർഷകർ, അവർക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഈ കണമല, അതുപോലെ എരുമേലി, കോട്ടയത്തിന്റെയും പത്തനംതിട്ടയുടെയും അതിർത്തി പ്രദേശങ്ങളായ മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം 60 വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറി താമസിച്ച കർഷകരാണ്. നേരത്തെ കൃഷിയും കാര്യങ്ങളും കാർഷിക വിളകളൊക്കെ നട്ടുപരിപാലിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് ഇവർ കഴിയുന്നത്. പക്ഷെ ഇപ്പോൾ അതൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഈ മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കാരണം ആ കാട്ടുപന്നിയുടെ ആയാലും അത് കാട്ടുപോത്തിന്റെയൊക്കെ ആക്രമണം, പുലി അടക്കമുള്ള വന്യമൃഗങ്ങൾ നാട്ടിലെത്തുന്നു എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ബിജുവിന്റെ വീട് വനാതിർത്തിയോട് ചേർന്നൊരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും വന്യമൃഗ ആക്രമണം ഉണ്ടാകുന്ന ഒരു പ്രദേശത്താണ് താമസിക്കുന്നതെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരം സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. എന്തായാലും ഈ ബിജുവിന്റെ മൃതദേഹം മകൻ വിദേശത്താണ്, വന്നതിന് ശേഷമായിരിക്കും സംസ്കരിക്കുക. 2 ദിവസത്തിനകം വെച്ച് അതിന്റെ തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വ്യക്തമാണ്. ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അവിടുത്തെ നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിൽ വീണ്ടും വന്യജീവി ആക്രമണം ഉണ്ടാകുന്നത്. ബിജു എന്ന ഗൃഹനാഥനാണ് പുലർച്ചെ വന്യജീവി ആക്രമണത്തിൽ, കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈ വിഷയത്തിൽ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. നമ്മുടെ നാട്ടിലെ, കേരളത്തിലെ മലയോര മേഖലയിലെ ജനങ്ങളെപ്പോലെ തന്നെ തീരദേശ മേഖലയിലെ ജനങ്ങളും വലിയ ആശങ്കയിലാണ്. സംസ്ഥാനത്ത് വീണ്ടും കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ ജില്ലകളിലാണ് ഇന്നലെ ശക്തമായ കടലാക്രമണം ഉണ്ടായത്. കള്ളക്കടൽ പ്രതിഭാസത്തിൽ കൊല്ലം തീരദേശത്തെ പല വീടുകളും ഏത് നിമിഷവും കടലെടുക്കാവുന്ന അവസ്ഥയിലാണ്. കടലാക്രമണം ഉണ്ടായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആരോപിച്ച് മുണ്ടക്കലിൽ മത്സ്യത്തൊഴിലാളികൾ തീരദേശപാത ഉപരോധിച്ചു. ഉച്ചയ്ക്ക് 1:30 ആയപ്പോൾ ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് പെരയുടെ ഒരു ഭാഗത്ത് നിരപ്പുള്ള ഒരു വരി കല്ലിടിഞ്ഞു കിടക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രി 2:15 ആയപ്പോഴാണ് കിഴക്കാലെ പെണ്ണ് വന്നിട്ടും പറഞ്ഞ് വീട് വീണെന്നും പറഞ്ഞ് വന്ന് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ ഇങ്ങനെ മൊത്തം പുറന്നോട്ട് വീണ് കിടക്കും. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ കാണുന്ന എല്ലാം വീടുകൾ പോയതാണ്, നഷ്ടപ്പെട്ടതാണ്. ഇതിന് അധികാരികൾ ഇതേവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇനിയുള്ള വീടെങ്കിലും പോകരുതെന്ന് കരുതിയിട്ട് ആരും അവരൊരു നടപടിയും ചെയ്യുന്നില്ല. അവർ ഈ 10 ലക്ഷം രൂപയുടെ കാര്യം പറയുക. ആ 10 ലക്ഷം രൂപ കൊണ്ട് ഇപ്പോൾ സ്ഥലമൊന്നും കിട്ടത്തില്ല, എങ്ങും കിട്ടാൻ മാർഗ്ഗമില്ല. ഇപ്പോൾ ഈ നാഷണൽ ഹൈവേക്കൊക്കെ സ്ഥലം പോയ കാരണം ഇനിയിപ്പോൾ തീരദേശ റോഡിന് അതിന് സ്ഥലം പോകുന്നു. അത് കാരണം പാവപ്പെട്ടവർ എന്നാൽ അപ്പം 3 ലക്ഷം 3.5 ലക്ഷം രൂപയിൽ കുറഞ്ഞൊരു സെന്റ് സ്ഥലമില്ല. ഇത് ആലപ്പുഴയിൽ നിന്നുള്ള ജനങ്ങളുടെ, അവിടുത്തെ തീരദേശവാസികളുടെ പ്രതികരണമാണ് കേട്ടത്. ആലപ്പുഴയിൽ മാത്രമല്ല, തൃശ്ശൂരും തിരുവനന്തപുരത്തും ഒക്കെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഈ കടൽക്ഷോഭത്തിൽ ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂർ പെരിഞ്ഞനത്ത് കടൽക്ഷോഭത്തിൽ 3 വള്ളങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. നാശനഷ്ടം പരിഹരിക്കുന്നതിന് അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് അപകടമുണ്ടായി. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, വലിയ രീതിയിലുള്ള ഈ കടൽക്ഷോഭത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെയും വള്ളം നഷ്ടപ്പെടുന്ന സാഹചര്യം, വീടുകൾക്ക് വലിയ കേടുപാടുകൾ സംഭവിക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ? ഈ കടൽക്ഷോഭത്തിനൊരു അയവ് വന്നിട്ടുണ്ടോ, അതോ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ, കൃത്യമായ നാട്ടുകാർക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഏത് രീതിയിലുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഭരണകൂടം?
ടോം, ഇത് കള്ളക്കടൽ എന്ന പ്രതിഭാസമാണ്. അതായത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കേരളത്തിന്റെ തെക്കൻ മേഖലകളിൽ തീരദേശത്ത് ഇത്തരത്തിൽ കടൽ കയറുന്ന സംഭവങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് പല തീരദേശ മേഖലകളിലും കടൽക്ഷോഭം ഉണ്ടായിട്ടുള്ളത്. ആലപ്പുഴയിൽ തൃക്കുന്നപ്പുഴയും പല്ലനയും ആറാട്ടുപുഴയും അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിൽ കര കവിഞ്ഞ് കടൽ ഒഴുകുകയും അത് വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലൊരു കള്ളക്കടൽ പ്രതിഭാസത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. കള്ളക്കടൽ എന്ന് നമ്മൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു മുന്നറിയിപ്പും നൽകാതെ കടൽ കയറി വരിക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രധാനമായും ഇങ്ങനൊരു പ്രതിഭാസത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമുക്കറിയാം പരിസ്ഥിതി കടുത്ത ചൂടാണ് എല്ലായിടങ്ങളിലും അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഈ കടുത്ത ചൂടിനെ തുടർന്ന് അവിടെ ഒരു ചുഴലി രൂപപ്പെടുകയും ആ ചുഴലിയുടെ ഭാഗമായി തിരമാലകളെ അത് വലിയ തോതിൽ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ആ വേവ്സ് ആണ് ഏകദേശം 5000-ഓളം കിലോമീറ്ററുകൾ താണ്ടി ഇപ്പോൾ ആലപ്പുഴ അടക്കമുള്ള കേരളത്തിന്റെ തെക്കൻ തീരങ്ങളിൽ ഈ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 2 ദിവസം ഈ പ്രതിഭാസം നിലനിൽക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തുന്ന ആളുകളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച ഒരു അലർട്ട് പോലും ലഭ്യമായിരുന്നില്ല എന്നുള്ളതാണ്. മറ്റ് വകുപ്പുകൾക്ക്, അതായത് ഇറിഗേഷൻ അടക്കമുള്ള വകുപ്പുകൾക്കോ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾക്കോ ഇത് സംബന്ധിച്ച് യാതൊരു അറിയിപ്പും ലഭ്യമായിരുന്നില്ല. ഇന്നലെ ഉച്ചയോടുകൂടി മത്സ്യത്തൊഴിലാളികളും ഒപ്പം തന്നെ തീരദേശത്ത് താമസിക്കുന്ന ആളുകളും വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരം ഒരു കടൽക്ഷോഭം ഉണ്ടാകുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വന്നത്. ഇപ്പോൾ തുറവൂർ അടക്കമുള്ള പ്രദേശങ്ങൾ ഇന്നലെ തന്നെ 500-ഓളം വീടുകൾ തകർച്ചാ ഭീഷണിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം ഇന്ന് നമ്മൾ രാവിലെ പോയ തൃക്കുന്നപ്പുഴയും പല്ലനയും അടക്കമുള്ള പ്രദേശങ്ങൾ, അമ്പലപ്പുഴ, നീർക്കുന്നം അടക്കമുള്ള ഇടങ്ങളിലും വലിയ തോതിൽ ഈ ഇന്നലെ ഉണ്ടായ കടലാക്രമണം അത് ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു മുന്നറിയിപ്പ് ലഭ്യമാക്കാൻ കഴിയാതെ പോയതുകൊണ്ട് തന്നെ വള്ളങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനോ വള്ളങ്ങളും വലകളും അടക്കമുള്ള തീരദേശത്ത് സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ മാറ്റാനോ അവർക്ക് കഴിയാത്തൊരു സാഹചര്യവും, വള്ളങ്ങൾ തകരുകയും ഒപ്പം തന്നെ വള്ളങ്ങളുടെ എഞ്ചിനുകൾ കൂട്ടിയിടിച്ച് എഞ്ചിനുകൾ തകരുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് മത്സ്യത്തൊഴിലാളികൾ ആരും തന്നെ കടലിൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതൊരു വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേനെ. ആ സാഹചര്യത്തെ മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമാണ്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, അതായത് വൈകിട്ട് 5 സൂചിപ്പിച്ചതുപോലെ അവിടെ മത്സ്യത്തൊഴിലാളികൾ ഇല്ലാത്തതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി. പക്ഷേ ഇവർക്കുണ്ടായിരിക്കുന്ന നഷ്ടം വളരെ വലുതാണ്. അവരുടെ അധ്വാനത്തിന്റെ ഫലമായിട്ടുള്ള ഈ പറയുന്ന വീടും വള്ളവും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. എത്ര ലക്ഷം രൂപയുടെ ഒരു നഷ്ടം ആലപ്പുഴ ജില്ലയിൽ മാത്രം കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ നഷ്ടപരിഹാരം സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനം അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ടോം, ഇത് സംസ്ഥാനത്ത് ഈ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്ര നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് വിലയിരുത്തൽ ഇതുവരെ അത്തരമൊരു കണക്ക് പുറത്തു വന്നിട്ടില്ല. ആലപ്പുഴ ജില്ലയിലും സമാനമായ സാഹചര്യം തന്നെയാണുള്ളത്. ഇത് സംബന്ധിച്ച കണക്കുകൾ ഇതുവരെ നമുക്ക് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമായിട്ടില്ല. മാത്രമല്ല ഇത്തരത്തിൽ നഷ്ടപരിഹാരം എന്ത് നൽകണമെന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനങ്ങളിലേക്കും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നേരത്തെ സംസാരിച്ച ആളുകൾ പറഞ്ഞതുപോലെ തന്നെ തീരദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി പലരും ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണുള്ളത്. അവർക്ക് ഈ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ലഭിച്ചാൽ അതിൽ 6 ലക്ഷം രൂപ മാത്രമാണ് സ്ഥലം വാങ്ങാനായി ഉപയോഗിക്കാനാവുക. അതിനുശേഷമുള്ള ബാക്കിയുള്ള തുക വീട് നിർമ്മാണത്തിനായാണ് ഉപയോഗിക്കേണ്ടത്. അമ്പലപ്പുഴ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം തീരദേശം ഉള്ള നീർക്കുന്നം അടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം ഹൈവേയോട് ചേർന്ന് തന്നെയാണ് തീരദേശം പോകുന്നത്. ഇപ്പോൾ ഹൈവേ വികസനമൊക്കെ വന്നതോടുകൂടി ആ പ്രദേശത്ത് പലയിടങ്ങളിലും സ്ഥലത്തിന് വലിയ വിലയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് അധിക ദൂരം പോയി താമസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം അവരുടെ ഭാര്യമാർ പീലിംഗ് ഷെഡുകൾ ജോലി ചെയ്യുന്നവരും ഭർത്താക്കന്മാരായ ആളുകൾ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളുമാണ്. വെളുപ്പിനെയൊക്കെ ജോലിക്ക് പോകേണ്ടവരാണ്. അതുകൊണ്ട് അവർക്ക് മറ്റ് ദൂരപ്രദേശങ്ങളിലേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ വിലയ്ക്ക്, ഈ സർക്കാർ നൽകുന്ന തുച്ഛമായ വിലയ്ക്ക് അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് പലരും വാടക വീടുകളൊക്കെ എടുത്ത് തീരദേശത്ത് തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. ഇന്ന് നമ്മൾ രാവിലെ കണ്ട ഒരു അമ്മ നമ്മളോട് പറഞ്ഞത് 2 പെൺകുട്ടികൾ, പ്രായപൂർത്തിയായ 2 പെൺകുട്ടികളുമായി എങ്ങനെയാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുക എന്നുള്ളതാണ്. അവിടെ ഒരു ശുചിമുറി സംവിധാനം പോലും
പ്രോപ്പറായ ഒരു ശുചിമുറി സംവിധാനം പോലും ഇല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെ നിന്ന് വീണ്ടും ഈ കടൽ തീരത്തെ വീടുകൾ ഉപേക്ഷിച്ച് പോയ ആളുകളുടെ വീടുകൾ 1000-2000 രൂപയ്ക്ക് വാടകയ്ക്കെടുത്ത് അവിടെ വന്ന് വീണ്ടും താമസിക്കുകയാണ് എന്നുള്ളതാണ് ഒരു അമ്മ നമ്മളോട് പറഞ്ഞത്. ഇന്നലെയൊക്കെ കടൽക്ഷോഭം രൂക്ഷമായതോടുകൂടി ആളുകൾ വലിയ പ്രതിസന്ധി ഉണ്ട്. തൃക്കുന്നപ്പുഴ പല്ലന റോഡിലൊക്കെ വലിയ പ്രതിഷേധമായിരുന്നു ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത്. രമേശ് ചെന്നിത്തല അടക്കമുള്ള ജനപ്രതിനിധികൾ എത്തിയപ്പോൾ ആളുകൾ തടഞ്ഞു വെക്കുകയും വലിയ പ്രതിഷേധം അവർ അറിയിക്കുകയും ചെയ്തു. കാരണം ഈ ടെട്രോപോഡുകൾ ഉപയോഗിച്ചുള്ള നിർമ്മാണം നമുക്കറിയാം ഇനി ജൂൺ ജൂലൈയിലേക്ക് കടക്കും. ജൂലൈ മാസത്തിലേക്ക് കടക്കുമ്പോൾ വലിയൊരു തോതിൽ എല്ലാ വർഷവും കടൽക്ഷോഭം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ടെട്രോപോഡുകൾ ഉപയോഗിച്ചുള്ള നിർമ്മാണം കൃത്യമായി നടത്തണമെന്ന ആവശ്യം ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും നിർമ്മാണം ആ രീതിയിൽ പോകുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഈ തൃക്കുന്നപ്പുഴയും പല്ലനയും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ പടിഞ്ഞാറ് കടലും കിഴക്ക് കായലുമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇപ്പോൾ കരിമണൽ ഖനനമൊക്കെ വന്നതോടുകൂടി ആ തീരദേശം പൂർണ്ണമായും നഷ്ടപ്പെടുകയും വലിയ തോതിൽ കടലാക്രമണ ഭീഷണി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ പോലും ടെട്രോപോഡുകൾ ഉപയോഗിച്ചുള്ള നിർമ്മാണം പൂർത്തീകരിക്കാനായി കഴിഞ്ഞില്ല. ഇന്നും തീരദേശ റോഡിൽ ജനങ്ങളുടേതായ ഉപരോധമുണ്ടായിരുന്നു. സ്ത്രീകളാണ് തീരദേശ റോഡ് ഉപരോധിച്ചത്. പിന്നീട് ഇറിഗേഷൻ എഞ്ചിനീയർ വന്ന് അവർക്ക് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ സ്ത്രീകൾ അവിടുന്ന് മാറാൻ തയ്യാറായിട്ടുള്ളത്. വരുന്ന 4-ാം തീയതി അത്തരത്തിൽ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. അത്തരത്തിൽ പ്രതിഷേധവുമായി ജനങ്ങൾ നിരത്തിലിറങ്ങാൻ കഴിഞ്ഞു. എന്തായാലും ജൂൺ ജൂലൈ ആകുമ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ തീരദേശവാസികളുടെ അവസ്ഥ വളരെ ദുരിതമാവും. അതിനിടയിലാണ് ഇപ്പോൾ ഈ കള്ളക്കടൽ പ്രതിഭാസം എത്തിയതുപോലെ ഈ പറയുന്ന ജൂൺ ജൂലൈ മാസങ്ങളിലെത്തുമ്പോൾ സ്ഥിതി കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ ഒരു 10 ദിവസം എടുത്തു നോക്കിയാൽ 10 ദിവസത്തിനിടെ 2 തവണ കടൽ ഉൾവലിയുന്നു. പിന്നീടാണ് ഈ ഒരു കടൽക്ഷോഭം ഉണ്ടാകുന്നത്. 2004 സുനാമിക്ക് മുൻപും ഇതുപോലെ കടൽ ഉൾവലിയുന്നു. പിന്നീടാണ് സുനാമി ആഞ്ഞടിച്ച് നിരവധി ജീവനുകൾ നഷ്ടപ്പെടുന്ന വലിയ ദുരന്തത്തിന് കേരളമടക്കമുള്ള സ്ഥലങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്നത്. അത്തരമൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടോ? പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കടലിലുണ്ടാകുന്ന ഈ പ്രതിഭാസങ്ങൾ, കടൽ ഉൾവലിയുന്നു, പിന്നീട് ഈ കള്ളക്കടൽ എന്ന ഒരു പ്രതിഭാസം, ഇതൊക്കെ ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ടോ ശരണ്യ? ടോം, സാധാരണഗതിയിൽ ഇങ്ങനെ കടല് ഉള്ളിലേക്ക് വലിയാറുണ്ട്. അതിന് റോസ്ബി വേവ് എന്നാണ് പറയുന്നത്. അതായത് ചാകര അല്ലെങ്കിൽ വെളുത്ത വാവ്, കറുത്ത വാവിനോടനുബന്ധമായ ദിനങ്ങൾ, ചാകര തുടങ്ങിയ പ്രതിഭാസങ്ങളുടെ ഭാഗമായി റോസ്ബി വേവ് എന്നുള്ള ഈ പ്രതിഭാസം ഉണ്ടാവാറുണ്ട്. കടൽ പിറകിലേക്ക് വലിയുകയും മീറ്ററുകളോളം കടൽ പിന്നിലേക്ക് വരികയും തീരത്തേക്ക് ചെളി അടിയുകയും കര പ്രത്യക്ഷപ്പെടുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഈ റോസ്ബി വേവിന്റെ കാര്യത്തിൽ അത് 2 തവണ ആവർത്തിച്ച് പുറക്കാടുണ്ടായി എന്നുള്ളതാണ്. അത്തരത്തിൽ നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ റോസ്ബി വേവ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറില്ല. അതും ഇപ്പോൾ 2 ആഴ്ചത്തെ വ്യത്യാസത്തിൽ തന്നെയാണ് 2 തവണ കടൽ ഇത്തരത്തിൽ ഉൾവലിയുകയും കര പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഇപ്പോൾ അതിനകത്ത് ആദ്യഘട്ടത്തിൽ നമ്മളോട് പറഞ്ഞത് അതിനകത്ത് മറ്റ് ആശങ്കകൾക്ക് വകയില്ല. ഇത് ചാകരയുടെ ഭാഗമാണ്. കഴിഞ്ഞ 26-നായിരുന്നു വാവ്. അപ്പോൾ വാവുമായി ബന്ധപ്പെട്ടുള്ള ഹൈറ്റൈഡും ലോറ്റൈഡും രൂപപ്പെടുന്നുണ്ട്. അതായത് വേലിയേറ്റ വേലിയിറക്കങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ കടൽ ഉൾവലിയുന്നതെന്നാണ്. പക്ഷേ പുറക്കാട് തന്നെ 2 തവണ അത് ആവർത്തിച്ചു വന്നു എന്നുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന ആളുകൾ പരിശോധിക്കുന്നുണ്ട്. അത് അവർ ശ്രദ്ധയോടുകൂടി തന്നെ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ ഈ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്യുഷ്ണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഈ താപവർദ്ധനവ് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വേവ്സ് അവിടെ ആ ഒരു ചുഴലിക്കാറ്റ് പോലെയുള്ള ഒരു ഭാഗം അവിടെ രൂപപ്പെടുകയും അതിന്റെ പ്രതിഫലനം എന്നോളമാണ് ഈ 5000-ഓളം കിലോമീറ്ററുകൾ താണ്ടി ഈ വേവ്സ് ഇപ്പോഴും നമ്മുടെ തീരങ്ങളിൽ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഇങ്ങനൊരു വേവ്സ് പാസ് ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്നൊന്നും ഐഡന്റിഫൈ ചെയ്യാനായി നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നമുക്കറിയാം കോടികൾ മുതൽ മുടക്കിയുള്ള സംവിധാനങ്ങൾ ഈ വേവ്സിന്റെ മൂവ്മെന്റ്സ് അടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കാൻ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ തീരങ്ങളിൽ ഇപ്പോഴും അശാസ്ത്രീയമായും ഇത്തരം കാര്യങ്ങളുടെ വിവരങ്ങൾ ലഭ്യമാകുന്ന അപ്രാപ്യമായും തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് കള്ളക്കടൽ പ്രതിഭാസം അങ്ങനെയാണ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ ഒഴിയുമ്പോൾ പോലും ഇവിടെ നിന്ന് ബീച്ചിൽ നിന്ന് കടൽ കയറുന്നു എന്ന് മത്സ്യത്തൊഴിലാളികൾ വിളിച്ചു പറയുമ്പോൾ മാത്രമാണ് നമ്മൾ അവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ ഈ വിഷയം അറിയുന്നത് എന്നുള്ളതാണ്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന് പോലും പ്രോപ്പറായ ഒരു ഇൻഫർമേഷൻ കൈമാറാനായി ആ കടൽ അടുത്തെത്തിയിട്ടും തീരത്തെ കടൽ കയറുന്നവരെയും അവർക്കൊരു പ്രോപ്പർ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പരാജയമായി തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതിനകത്ത് ഈ റോസ്ബി വേവ് എന്ന ഈ പ്രതിഭാസം, അതായത് 2 തവണ ആദ്യ തവണ കടൽ ഉൾവലിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു 2 ആഴ്ചത്തെ വ്യത്യാസത്തിൽ വീണ്ടും പുറക്കാട് ഭാഗത്ത് ഉൾവലിഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് നോർമലായ ഒരു പ്രതിഭാസം അല്ല എന്നുള്ളതാണ്
ഈ ഓഷ്യനോഗ്രാഫി അടക്കമുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ഈ കടലുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുന്ന ആളുകൾ നമ്മളോട് പറയുന്നത്. ഇതൊക്കെ ഇനി സർക്കാർ കുറച്ചുകൂടി ഗൗരവത്തോടെ എടുത്ത് പരിശോധിക്കുമെന്നായിരിക്കും. നമുക്ക് ചെറുപക്ഷ പരിശോധനകൾ നടക്കുന്നുണ്ടാവും. അത് സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും ഈ 2 തവണ ഒരേ സ്ഥലത്ത് തന്നെ ഒരുമിച്ച് കടൽ മാറിയതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേട്ടോ, വ്യക്തമാണ്. ശരണ്യ സ്നേഹിജനാണ് വിവരങ്ങൾ നൽകിയത്. ഏറെ ഗുരുതരമായിട്ടുള്ള സാഹചര്യം കേരളത്തിലെ തീരദേശ മേഖലകളിലുമുണ്ട്. കടൽക്ഷോഭം വലിയ രീതിയിൽ ആശങ്ക പരത്തുന്നു. വീണ്ടും കടൽക്ഷോഭം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് അധികൃതർ നൽകുന്നത്. സ്പോട്ട് ലൈവിന് പോകുന്നത് കാസർഗോട്ടേക്കാണ്. കാസർഗോഡ് ഭീതി പരത്തിയ മരവടി കള്ളനൊടുവിൽ പോലീസിന്റെ പിടിയിലായി. തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി മുഹമ്മദ് അബ്ദുൽ ഹാദിയാണ് സേലത്തു നിന്നും ബേക്കൽ പോലീസിന്റെ പിടിയിലായത്. പകൽ നേരത്തെ എക്സിക്യൂട്ടീവായി എത്തി പുരുഷന്മാരില്ലാത്ത വീടുകൾ മനസ്സിലാക്കി രാത്രി സമയത്ത് ജനൽ വഴി മരവടി അകത്ത് കടത്തി കവർച്ച നടത്തുന്നതായിരുന്നു ഇയാളുടെ രീതി. വാർത്തയുടെ വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന് കെ വി ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇത് കാസർഗോഡ് ജില്ലയിലെ നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ ഒരു കള്ളനാണ് ഈ മുഹമ്മദ് അബ്ദുൽ ഹാദി. എങ്ങനെയാണ് ഇയാളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞത്? ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ അറസ്റ്റ്? ടോമെ, ഈ കാലം ചേറ്റുകുണ്ടിലെ രമ്യയുടെ വീട്ടിൽ ജനുവരി 25 പുലർച്ചെ നടന്ന കവർച്ചയിലാണ് മുഹമ്മദ് അബ്ദുൽ ഹാദി ബേക്കൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഈ വീടിന്റെ കിടപ്പ് മുറിയിലെ മേശയുടെ മുകളിൽ വെച്ചിരുന്ന, അതായത് ബാഗിൽ വെച്ച് സൂക്ഷിച്ചിരുന്ന 1,71,500 രൂപ വില വരുന്ന സ്വർണ്ണമാലയും ഒപ്പം 1/4 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമോതിരവും 1,500 രൂപയുമാണ് ഇയാൾ കവർച്ച നടത്തിയത്. ഈ മരവടി ഉപയോഗിച്ച് ജനൽ വഴി ബാഗ് എടുത്തായിരുന്നു അന്ന് കവർച്ചയുണ്ടായത്. എന്തായാലും ഈ വീട്ടിലെയും അതുപോലെ തന്നെ കോട്ടക്കുന്നിലെ ചായക്കടയിൽ നിന്ന് ലഭിച്ച CCTVയിലെയും ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതോടുകൂടി ആലപ്പുഴ പോലീസാണ് ഇത്തരത്തിൽ ഈ പ്രതി തിരുവനന്തപുരം സ്വദേശിയാണെന്നും ഇയാൾക്കെതിരെയും ഈ ആലപ്പുഴയിലും കവർച്ചാ കേസുണ്ടെന്ന വിവരവും ലഭിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ സേലത്തെ മറ്റൊരു കേസിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു. ഇയാളെ അവിടെ നിന്നുമാണ് ഈ ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്തായാലും കവർച്ച നടത്തിയ 1.5 ലക്ഷത്തോളം രൂപയുടെ സ്വർണം വിൽപ്പന നടത്തിയ കണ്ണൂരിലെ ജ്വല്ലറിയിൽ നിന്ന് ബേക്കൽ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഒപ്പം കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ചുള്ള ഒരു സ്വകാര്യ കമ്പനിയുടെ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന സെയിൽസ് എക്സിക്യൂട്ടീവാണ് ഇയാൾ. കീക്കാനം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് അത്തരത്തിലാണ് ഇയാൾ എത്തിയത്. എന്നാൽ സാധനങ്ങൾ വിൽപ്പന നടത്തുന്നതോടൊപ്പം തന്നെ വീട്ടുവിശേഷങ്ങളും ഇയാൾ ചോദിച്ചറിയും. അങ്ങനെ പുരുഷന്മാരില്ലാത്ത വീടുകൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും തുടർന്നാണ് ഈ കീക്കാനത്തെ വീട്ടിൽ ഇത്തരത്തിൽ കവർച്ച നടത്തിയതും. എന്തായാലും ബേക്കലിൽ എത്തിച്ച പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ആലപ്പുഴ ഒപ്പം തിരുവനന്തപുരം ഉൾപ്പെടെ ഒട്ടേറെ സ്റ്റേഷനുകളിൽ ഇയാൾക്ക് സമാനമായ രീതിയിലുള്ള കേസുകൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. കേട്ടോ, ഈ കാസർഗോഡ് ജില്ലയിലും ഈ തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശിയായ ഈ മുഹമ്മദ് അബ്ദുൽ ഹാദി എങ്ങനെയാണ് കാസർഗോഡ് ജില്ലയിൽ എത്തിയത്? ഇയാളുടെ ഈ മോഷണത്തിനപ്പുറം മറ്റെന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ? ഇയാൾ തനിച്ചായിരുന്നു മോഷണം നടത്തിയിരുന്നത്? അതോ കൂടുതൽ പേർ ഈ മോഷണത്തിൽ കവർച്ചയിൽ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നോ? അതല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഇയാളുടെ കൂട്ടാളികളിലേക്കുള്ള അന്വേഷണം എങ്ങനെയാണ് ഇപ്പോൾ നീങ്ങുന്നത്? ടോമെ, ഇപ്പോൾ പോലീസ് നമ്മോട് വ്യക്തമാക്കുന്നത് ഇയാൾ തനിച്ചാണ് ഇത്തരത്തിൽ മോഷണങ്ങൾ നടത്തുന്നതെന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ചുള്ള ഒരു സ്വകാര്യ കമ്പനിയുടെ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടാണ് ഇയാൾ ഈ കാസർഗോഡ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ എത്തിയത്. അതുപോലെ തന്നെ സാധനങ്ങൾ വിൽപ്പന നടത്തുന്നതോടൊപ്പം ഈ വീട്ടുവിശേഷങ്ങളും ഇയാൾ ചോദിച്ചറിയും. അങ്ങനെ പുരുഷന്മാരില്ലാത്ത വീടുകൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും പിന്നീട് ആ വീട്ടിൽ കവർച്ച നടത്തുകയും ചെയ്യുന്നതാണ് ഇയാളുടെ ഒരു രീതി. എന്നാലും നിലവിൽ ഇയാൾ മാത്രമാണ് പ്രതി. തനിച്ചാണ് ഇയാൾ ഈ ഇത്തരത്തിൽ കവർച്ച നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. അത്തരത്തിലുള്ള CCTV ദൃശ്യങ്ങളാണ് അന്ന് ഇത്തരത്തിൽ ലഭിച്ചതും. എന്തായാലും ഈ വീട്ടിലെയും ഒപ്പം ഒരു ഹോട്ടലിൽ പോയി ഇയാൾ ഈ കവർച്ച നടത്തിയതിനു ശേഷം അവിടെ നിന്നും ചായ കുടിക്കുന്ന ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ആണ് പോലീസിന് ലഭിച്ചത്. അത് വ്യാപകമായി പ്രചരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇയാൾ ഇപ്പോൾ എന്തായാലും അറസ്റ്റായിരിക്കുന്നത്. ടോം, വ്യക്തമാണ്. കെ വി ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡാണ് ഭീതി പരത്തിയ മരവടിക്കള്ളൻ ഒടുവിൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.